നമസ്കാരം. ഹണി റോസിന്റെ പരാതിയിന്മേൽ ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്തു. ജാമ്യം കൊടുക്കാതെ റിമാൻഡ് ചെയ്ത് ജയിലിലേക്ക് അയച്ചു. 6 ദിവസത്തിന് ശേഷം ബോബി ചെമ്മണ്ണൂർ ജാമ്യം കിട്ടി പുറത്തു വരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ആ സമയം മുതൽ ഞാൻ ഹണി റോസിനെ വിമർശിച്ചുകൊണ്ടും അതുപോലെ ബോബി ചെമ്മണ്ണൂരിനെ അനുകൂലിച്ചുകൊണ്ടും ഞാൻ ക്യാരക്ടർ ബേസ്ഡിലാണ് സംസാരിക്കുന്നത്. അല്ലാതെ അവരുടെ വ്യക്തിത്വ പുറമേയുള്ളവരുടെ പ്രകടന താല്പര്യതയിലല്ല ഞാൻ പറയുന്നത്. ഹണി റോസിനെ ഞാൻ വിമർശിച്ചത് അവർ ഒരു മോശം വ്യക്തി ആയതുകൊണ്ടല്ല, അവരുടെ വസ്ത്രധാരണ രീതിയെ മാത്രമാണ് ഞാൻ വിമർശിച്ചത്. അതുപോലെ ബോബി ചെമ്മണ്ണൂർ എന്ന വ്യക്തിയെ ഞാൻ വിമർശിച്ചത് അദ്ദേഹത്തിന്റെ ആ പ്രവൃത്തിയെ തന്നെയാണ്. അതിനെ ഞാൻ വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തെ ഞാൻ അനുകൂലിക്കുന്നത് അദ്ദേഹത്തിന്റെ ക്യാരക്ടറാണ്. ആ ക്യാരക്ടർ ഇങ്ങനെ പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഈ ഇരട്ടത്താപ്പ് എന്ന് പലരും ചോദിച്ചത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതുന്നത്. ഞാനിതിൽ ബോബി ചെമ്മണ്ണൂരോടൊപ്പം മറ്റ് 2 വ്യക്തികളെ കൂടി കൊണ്ടുവരുന്നുണ്ട്. ഒന്ന് സന്തോഷ് ജോർജ് കുളങ്ങര, മറ്റേയാൾ കൊച്ചി ജോസഫ് ചിറ്റിലപ്പള്ളി. ഇവർ 3 പേരും ഇതേ ഒരു വിഭാഗം തന്നെയാണ്. ആ വിഭാഗമായതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ആ വ്യത്യസ്തത എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ എളുപ്പമായിരിക്കും. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പേഴ്സണാലിറ്റി ടൈപ്പ് എനിയഗ്രാം എന്ന വിഷയത്തിലെ 7ാമത്തെ വിഭാഗമായിട്ടുള്ള എന്തൂസിയാസ് എന്ന വിഭാഗമാണ്. നിർഭാഗ്യവശാൽ ഇവിടെ അരീക്ക സിലബസിലുള്ള എനിയഗ്രാം ഇവിടെ പഠിപ്പിക്കുന്നില്ല, ആരും പഠിപ്പിക്കുന്നില്ല. ഞാനായിരുന്നു അത് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ നിർത്തി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം മടുത്തു എന്ന് തന്നെ. നിർബന്ധിച്ച് ആരെയും ഇത് പഠിപ്പിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് ഇപ്പോൾ എൻ്റെ ഫാമിലി കൗൺസിലിങ്ങിൽ മാത്രമാണ് ഞാൻ ഇത് അപ്ലൈ ചെയ്യുന്നത്. ധാരാളം പ്രശ്നങ്ങളുമായി മുന്നോട്ട് വരുന്നവർ, എല്ലായിടത്തും ഒഴിവാക്കിയവർ, ഇനി ഡിവോഴ്സിലേക്ക് മറ്റു മാർഗമുള്ളൂ എന്ന് കരുതി വരുന്നവർ, അവരുടെയൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ ടൂൾ ഞാൻ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു പഠനമായിട്ടേ നിങ്ങൾ വീഡിയോ എടുക്കാവൂ. ഇതൊരു എൻ്റെ ഒരു അഭിപ്രായമായിട്ടോ മറ്റേതെങ്കിലും രീതിയിൽ ഒരു മോശം അർത്ഥമായി എടുക്കരുത്. ഇത് എനിക്കറിയാവുന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. എന്തുകൊണ്ട് ബോബി ചെമ്മണ്ണൂർ ഇങ്ങനെ? ഇത് കേട്ട ശേഷം ഈ വീഡിയോ ഒരുപക്ഷെ അദ്ദേഹം കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പുണ്ട് അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റിയിലും ഒരു വലിയ മാറ്റം ഉണ്ടാകുമെന്ന്. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഈ വിഷയം ഇവിടെ കേരളത്തിൽ ചിരപരിചിതമാണ്. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിസ്റ്റർ ആനി മരിയ എന്ന കാത്തലിക് സിലബസിൽ ഇതിവിടെ പഠിപ്പിച്ചിരുന്ന ഒരു സിസ്റ്റർ, ഒരു ക്രിസ്ത്യൻ സിസ്റ്റർ, അവരുടെ കീഴിൽ ഒത്തിരി പേർ പഠിച്ചു. അതിനുശേഷം അവരുടെ ശിഷ്യഗണങ്ങളായി ഉള്ള 3ാം തലമുറയിലെ ആൾക്കാരാണ് ഇന്നിവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. 3ാം തലമുറ എന്ന് ഞാൻ പറഞ്ഞത് ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു എന്നുള്ള അർത്ഥമല്ല. 2014 ആ കാലഘട്ടങ്ങളിലാണ് സിസ്റ്റർ ആനി മരിയയുടെ ആ ഒരു കാലം കഴിയുന്നത്, എനിയാഗ്രാമിന്റെ ആ കാലം കഴിയുന്നത്. അതിനുശേഷം അവരുടെ അടുത്ത തലമുറ, അതിനടുത്ത തലമുറ, അപ്പോൾ വളരെ അടുത്ത ഒരു കാലമാണ്. അപ്പോൾ ഈ കാലത്ത് ഇപ്പോഴും ഇത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് സിസ്റ്റർ ആനി മരിയ ഇവിടെ പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ അവരിലൂടെ മറ്റുള്ളവർ പഠിപ്പിച്ചു വന്ന ആ ഒരു കാത്തലിക് വെർഷൻ അല്ല. അത് മതപരമായ ഒരു വെർഷനാണ്. മതപരമായി അവർ ഉപയോഗിക്കുന്ന, അവരുടെ ആരാധനയിലും അവരുടെ ജീവിതത്തിലും ഉപയോഗിക്കുന്നതാണ്. കത്തോലിക്ക സഭ ഉപയോഗിക്കുന്ന ഒരു വെർഷനാണ്. ഞാൻ അതല്ല ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഓസ്കാർ റിക്കാസോ ചിലിയിൽ അരിക്ക ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുമ്പോൾ അവിടെ എന്താണോ പഠിപ്പിച്ചിരുന്നത്, എന്താണോ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, അതേ സിലബസിലെ 7ാമത്തെ കാറ്റഗറിയാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വെക്കുന്നത്. ഒരല്പം നീളം കൂടിയേക്കാം വീഡിയോ. ഇതിങ്ങനെ പറയാൻ പറ്റൂ, അതുകൊണ്ടാണ്. കാരണം ബോബി ചെമ്മണ്ണൂർ എന്നൊരു വ്യക്തി, അല്ലെങ്കിൽ അതുപോലെ ഒരുപാട് ബോബി ചെമ്മണ്ണൂർമാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവർക്കൊക്കെ വേണ്ടി കൂടിയാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ 7ാമത്തെ വിഭാഗമായ എന്തൂസിയാസ്റ്റ്. നിങ്ങൾ ഈ കാണുന്ന ചിത്രം നോക്കൂ. ഈ ചിത്രത്തിൽ നിന്ന് തന്നെ ഇവരെ നിങ്ങൾക്കൊരു ഏകദേശം മനസ്സിലാവും. ഒരു വലിയ ഒരു മലയുടെ, നമ്മൾ സാധാരണ നമുക്കറിയാം ഇത്തരത്തിലുള്ള വലിയ കൊടുമുടികളും മറ്റും കാണാറുണ്ട്. അത്തരത്തിലുള്ള കൊടുമുടികളുടെ മുകളിൽ ഇതുപോലെ ഒരു ഉത്തരാംഗ ശൃംഗത്തിൽ ഒരു അറ്റത്ത് ചെന്ന് ധൈര്യത്തോടെ പോക്കറ്റിൽ കൈയും തിരികെ ബാഗും തൂക്കി ഇങ്ങനെ നിൽക്കണമെന്നുണ്ടെങ്കിൽ അതൊരു എന്തൂസിയാസ്റ്റിന് മാത്രമേ പറ്റൂ. അതായത് അവർക്കാണ് ആ ധൈര്യമുള്ളത്. മറ്റു ടൈപ്പുകളിൽ ആർക്കും തന്നെ ഇല്ലാത്ത ഒരു സവിശേഷതയാണിത്. കാരണം ഈ ഒരു വിഭാഗം, അതുകൊണ്ട് തന്നെയാണ് അവരെ എന്തൂസിയാസ്റ്റ് എന്ന് വിളിക്കുന്നത്. കാത്തലിക് സിലബസിൽ ഇവരെ ഒപ്റ്റിമിസ്റ്റ് എന്നാണ് വിളിക്കുന്നത്. ഈ എന്തൂസിയാസ്റ്റ് എന്ന് പറയുന്ന ഒരു വിഭാഗം ഇതുപോലെ അവരെ ഒന്നുകിൽ ട്രക്കിങ്, അല്ലെങ്കിൽ അതുപോലെ മറ്റു കാര്യങ്ങളിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതുപോലെ വാഹനം മോട്ടോറൈസിങ്ങിന് പോകുന്നുണ്ടാകാം. ചിലർ ഫുഡുമായി ബന്ധപ്പെട്ട് ട്രാവലിങ്ങിലായിരിക്കാം. അങ്ങനെ പല രീതിയിലാണ് അവരുടെ ഒരു രീതി എന്ന് പറയുന്നത്. അത് എപ്പോഴും ഒരു എന്തൂസിയാസം ഉണ്ടാകും. പൊതുവെ വിദ്യാഭ്യാസം കുറവാണ് ഇവർക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് പഠിക്കാൻ താല്പര്യമില്ലാത്തൊരു വിഭാഗമാണ്. പഠിക്കുന്നവരില്ല എന്നല്ല അതിനർത്ഥം. സന്തോഷ് ജോർജ് കുളങ്ങര എന്നൊരു വ്യക്തിയെ ഞാനിവിടെ കൊണ്ടുവന്നത് അതുകൊണ്ട് തന്നെയാണ്. പഠിക്കാൻ താല്പര്യമില്ല എന്നല്ല അതിനർത്ഥം. പഠിക്കാൻ കഴിയും, അതെങ്ങനെ എന്നുകൂടി ഞാൻ ഇതിന്റെ അവസാനം പറയുന്നുണ്ട്. അപ്പോൾ പൊതുവെ സാധാരണഗതിയിൽ ഇവർക്ക് സ്പോർട്സ്മാനാണ്, കായികമായിട്ടുള്ള കാര്യങ്ങളാണ് സത്യത്തിൽ അവർക്ക് താല്പര്യം. അത്യാവശ്യം തടിയും വണ്ണവും ഉയരവും ഒക്കെ ഉള്ള വ്യക്തികളാണ്. ഇപ്പോഴും ഒരു എന്തൂസിയാസ്റ്റായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്, എപ്പിക്കുര്യന്മാരാണ് എന്നൊക്കെയാണ് നമ്മളവരെ പറയുക. അതൊക്കെ വളരെ വിശദമായി ഞാൻ പറയാം.
പക്ഷെ ഇവർ അസാമാന്യ ധൈര്യമുള്ളവരാണ്. എന്തിനും ഏതിനും ധൈര്യമുള്ള ഒരു വലിയൊരു വിഭാഗം. ഏത് മരത്തിൻ്റെയും ഏത് ശിഖരത്തിൻ്റെ ഏത് കൊമ്പിലും, അതുപോലെ ഏത് ബിൽഡിങ്ങിൻ്റെ ഏത് മൂലയിലും, ഏത് മലയുടെ ഏത് ശിഖരത്തിലും അവർ കയറും. മറ്റ് ബ്ലോഗേഴ്സ് ആയിട്ടുള്ള 2 പേരെ ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ച് തരാം. ഒന്ന് മാഹിൻ, തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശിയായിട്ടുള്ള മാഹിൻ എന്ന യൂട്യൂബർ. നിങ്ങൾക്കറിയാം, ഈ മാഹിൻ ഈ അടുത്ത കാലത്ത് കുറച്ച് സംസാരമൊക്കെ ആയതാണ്. ഇസ്രായേലിലുള്ള മറ്റൊരു വനിത വല്ലാണ്ട് ആക്ഷേപിച്ചിരുന്നു. പക്ഷെ മാഹിൻ എന്ന വ്യക്തി എന്തുകൊണ്ടാണ് സുഡാൻ പോലെയുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ മറ്റു യുദ്ധ സ്ഥലങ്ങളിലൊക്കെ പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാളൊരു എന്തൂസിയാസ്റ്റ് ആയതുകൊണ്ടാണ്. അപാര ധൈര്യമാണ്, നമുക്കൊന്നും ആ ധൈര്യം കിട്ടില്ല. മറ്റൊരാളെ പരിചയപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ, എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഏകദേശം 4-5 കിലോമീറ്റർ മാത്രം അപ്പുറത്തുള്ള യൂണിവേഴ്സിറ്റിക്ക് അടുത്ത് യാത്ര ടുഡേ ദിൽഷാദ്. ഈ ദിൽഷാദിനെ നിങ്ങൾക്കറിയാം. കുറച്ചു കാലം മുമ്പ്, അതൊരു ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു ആഫ്രിക്കൻ ട്രിപ്പ് നടത്തി. 2 വർഷം മുമ്പ് ഒരു ആഫ്രിക്കൻ ട്രിപ്പ് നടത്തി. അവിടെ വെള്ളമില്ല, പ്രയാസമാണ്, അവിടുത്തെ സാമ്പത്തിക അവസ്ഥ, ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നാട്ടിൽ വന്ന ശേഷം ദിൽഷാദിന്റെ ധാരം കൊണ്ട്, ആ വാഹനം കൊണ്ട് അവിടെ എത്തി ആഫ്രിക്ക മുഴുവൻ നടന്ന് ധാരാളം കിണറുകൾ, നമ്മുടെ മലയാളത്തിന്റെ വക കുറെ കിണറുകൾ കുഴിച്ച് ആഫ്രിക്കയുടെ ദാഹമേറ്റിയ അതേ ദിൽഷാദ്. ഈ ദിൽഷാദും എന്തൂസിയാസ്റ്റാണ്. ഇവർ 2 പേരെ നിങ്ങൾക്ക് കാണാൻ സാധ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ, കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവും. അത്യാവശ്യം തടിയും വണ്ണവും ഉയരമുള്ള വ്യക്തികൾ തന്നെയാണ്. അതാണ് എന്തൂസിയാസ്റ്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ബോഡി ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇവർക്ക് ഇഷ്ടപ്പെട്ട കളർ മിക്കവാറും നീല, പച്ച, ചുമപ്പ് കളറുകളായിരിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുക. ഒരു കാര്യം ചിന്തിച്ചിട്ടുണ്ടാവും, ഈ പട്ടാളക്കാർക്ക് അവരുടെ യൂണിഫോമിൽ ഈ 3 കളറുടെ കോമ്പിനേഷനാണ് ഉണ്ടായിരിക്കുക. അതിൽ ചെറിയ കളർ വേരിയേഷൻസ് ഉണ്ടാവും, പക്ഷെ ഈ 3 കളറായിരിക്കും അതിന്റെ ബേസ് എന്ന് ചിന്തിക്കുക. ഇപ്പോൾ ഒരു ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഇവരുടെ അടിസ്ഥാന സ്വഭാവത്തിലേക്ക് കടക്കുകയാണ്. ഈ അടിസ്ഥാന സ്വഭാവം എന്ന് പറയുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, 3 സ്വഭാവമാണ് പ്രധാനമായിട്ടും നമുക്കുള്ളത്. എനിക്കും നിങ്ങൾക്കും എല്ലാം, എന്നെ കേൾക്കുന്ന നിങ്ങൾക്കും എല്ലാം. അതായത് എന്തൂസിയാസ്റ്റ് എന്നല്ല, പെർഫെക്ഷൻസ് എന്നല്ല, ഏതൊരു വിഭാഗമായാലും 3 വിഭാഗമാക്കി നമുക്ക് തിരിക്കാം. ഒന്ന് നോർമൽ, ഞാനും നിങ്ങളും അടങ്ങുന്ന സാധാരണ ഈ സ്വഭാവം, പൊതു സ്വഭാവത്തിൽ ജീവിക്കുന്ന ആൾക്കാർ. മറ്റൊന്ന് അതിന്റെ ഉത്തമ ഭാവത്തിൽ ജീവിക്കുന്നവർ, അതിലുള്ള ന്യൂനതകളൊന്നും ഇല്ലാതെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ പൂർണ്ണമായും അതിന്റെ റിഡംപ്റ്റീവ് ലെവലിൽ, അതിന്റെ ഉത്തമ ഭാവത്തിൽ ജീവിക്കുന്ന വ്യക്തികൾ, അവരെ നമുക്ക് റിഡംപ്റ്റീവ് പേഴ്സൺസ് എന്ന് വിളിക്കാം. അതുപോലെ അതിന്റെ ചീഞ്ഞ ഭാവത്തിൽ നിൽക്കുന്ന വിഭാഗങ്ങളുണ്ട്, താഴ്ന്ന വിഭാഗത്തിലുള്ളവർ. അവർ നശിച്ച് നാരായണക്കളായി നിൽക്കുന്ന കുറെ ആൾക്കാരാണ്. അതായത് അതിൽ എത്രത്തോളം, ഇപ്പോൾ സോഷ്യൽ വർക്കർ ആണെന്നുണ്ടെങ്കിൽ ആന്റി സോഷ്യൽ, അങ്ങനെ നമുക്ക് പറയാം. അതിന്റെ തന്നെ മുകളിൽ സോഷ്യൽ വർക്കർ ആകേണ്ട ആൾക്കാർ ആന്റി സോഷ്യൽ ആകുന്നു എന്നതുപോലെയാണ്. അതല്ലെങ്കിൽ ഒരു പെർഫെക്ഷനിസ്റ്റ് ആകുന്ന, ഒരു റിഫോമർ ആകേണ്ട ആൾ ഫണ്ടമെന്റലിസ്റ്റ് ആകുന്നു എന്ന് പറയുന്നത് പോലെ. ഇപ്പോൾ പെർഫെക്ഷൻസ് എന്ന് പറയുന്ന ഒരാളുടെ സ്വഭാവത്തിന്റെ ഉത്തമ ഭാവം എന്ന് പറയുന്നത് റിഫോമറാണ്, സമൂഹ പരിഷ്കർത്താവാണ്. പക്ഷെ അതിന്റെ അണ്ടർഡേമഡ് എന്ന് പറയുന്നത്, അതിന്റെ ചീഞ്ഞ ഭാവം എന്ന് പറയുന്നത് ഫണ്ടമെന്റലിസ്റ്റ് ആണ്, തീവ്രവാദികളാണ്. എന്തുകൊണ്ടാണ് ഇവിടെ തീവ്രവാദം ഉണ്ടാകുന്നത് അത് മനസ്സിലാക്കുക. അതൊരു മറ്റൊരു ടൈപ്പ് ആയതുകൊണ്ട് ഞാൻ ഇതിവിടെ വിശദീകരിക്കുന്നില്ല. അപ്പൊ അതുപോലെ ഇവിടെ ഈ എന്തൂസിയാസ്റ്റ് എന്ന് പറയുന്ന ഈ 7ാമത്തെ ഈ വിഭാഗത്തിന്റെ ഒരു ശാശ്വതമായ ഒരു ഭാവമാണ് ഉല്ലാസം എന്നത്. എക്സൈറ്റ്മെന്റ്, ഉല്ലാസവാന്മാരാണ്. എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഉല്ലാസം അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. എന്തെങ്കിലും പറയുന്നതിൽ ഒരു നർമ്മം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അതിൽ എന്തും അത് ഉണ്ടാകും. അതാണ് അവരുടെ രീതി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അതിനുള്ള ഒരു ഉദാഹരണം ഞാൻ തരാം. നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾ ട്രാവൽ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ, യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ, ടൂർ പാക്കേജ് ഒക്കെ പ്ലാൻ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ, അതിൽ ഏതെങ്കിലും ഒരു കഥാപാത്രം, നമുക്ക് ആ കഥാപാത്രത്തെ തൽക്കാലം ഷുക്കൂർ എന്ന് വിളിക്കാം. ആ ഷുക്കൂർ എന്ന കഥാപാത്രം കൂടി ഉണ്ടെങ്കിൽ, നമുക്ക് ഷുക്കൂറിനെ കൂടി വിളിക്കാം, അവനും കൂടെ ഉണ്ടെങ്കിൽ ഈ ടൂർ അടിപൊളിയാകും എന്ന് നിങ്ങൾ പറയുമല്ലോ. ഉരുളയ്ക്കുപ്പേരി പോലെ മറുപടി പറയുന്ന ആ ഷുക്കൂർ. അപ്പോൾ ആ ഷുക്കൂറിനെ കൂടി നിങ്ങളുടെ കൂടെ കൂട്ടുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഒരു എന്തൂസിയാസ്റ്റിനെ നിങ്ങളുടെ കൂടെ കൂട്ടുന്നു എന്നാണ്. അതോടുകൂടി ആ ടൂർ അങ്ങ് അടിപൊളിയാകും. അതാണ് അതിന്റെ പ്രത്യേകത. ഇനി സ്കൂളുകളിൽ നമ്മൾ സ്പോർട്സ് വെക്കാറുണ്ട്, സ്പോർട്സ് ഐറ്റങ്ങൾ വെക്കാറുണ്ട്. അത് ഇത്തരത്തിലുള്ള കായികക്ഷമതയുള്ള എന്തൂസിയാസ്റ്റുകളെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്തൂസിയാസ്റ്റുകൾക്ക് മാത്രമേ സ്പോർട്സിൽ ശോഭിക്കാൻ കഴിയുള്ളൂ. മറ്റാരും മത്സരിച്ചിട്ട് കാര്യമില്ല, ആരും ജയിക്കാൻ പോകുന്നില്ല, അവർക്ക് എവിടെയും എത്താനും കഴിയില്ല. അപ്പോൾ ആ എന്തൂസിയാസ്റ്റുകളിൽ കാര്യക്ഷമതയുള്ളവരെ കണ്ടെത്താൻ വേണ്ടി നടത്തുന്നതാണ് സ്പോർട്സ് എന്നുപോലും അറിയാത്ത ഒരു വിദ്യാഭ്യാസ വകുപ്പാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഈ പേഴ്സണാലിറ്റി ടൈപ്പുകളുടെ സ്വഭാവം വെച്ചുകൊണ്ട് 2004 മുതൽ നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പേഴ്സണാലിറ്റി അനാലിസിസ് നമ്മുടെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണം. അതെല്ലാം എന്നുണ്ടെങ്കിൽ പഠിക്കാനുള്ള സൗകര്യമെങ്കിലും ഒരുക്കണം എന്ന്. കാരണം വ്യക്തികൾക്ക് അവരെ അറിയില്ല. അവരെ അറിയാത്തത് കൊണ്ടാണ് ഓരോ ടേം കഴിയുന്തോറും 10ാം ക്ലാസ്സും +2 കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന കുട്ടികൾക്ക് താൻ ആരാണ്, താൻ എന്താണ്, താൻ എന്തിനു വേണ്ടി അതൊക്കെ പഠിച്ചത് എന്ന് അറിയാതെ പോകുന്നത്, തൻ്റെ ലക്ഷ്യം എന്താണെന്ന് അറിയാതെ പോകുന്നത്, തൻ്റെ പേഴ്സണാലിറ്റി എന്താണെന്ന് അറിയാതെ പോകുന്നത്. ഇവിടെയും അത് തന്നെ. ഇവർ ഉല്ലാസപ്രിയരാണ്. എപ്പോഴും ഒരു സന്തോഷം, തമാശ, എന്ത് ജോക്ക്, ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ചെറിയ കുട്ടികളെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും നിങ്ങളിലുണ്ടെങ്കിൽ.
ഈ കുഴി കുടിച്ച ശേഷം മുകളിൽ ചുള്ളിക്കമ്പും കരിയിലയും വെച്ച് അതിന് മുകളിൽ മണ്ണിട്ട് മറ്റു കുട്ടികളെ ചാടിക്കുന്ന സ്വഭാവം മിക്കവാറും ഇവർക്കായിരിക്കും. ഇതാണ് ഇവരുടെ ഒരു ചെറുപ്പം മുതലുള്ള ഒരു സ്വഭാവം. ഇവർ മറ്റുള്ളവരെ മുഴുവൻ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഒരു വിഭാഗമാണ്, ഉത്തേജിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഭയങ്കര മോട്ടിവേഷനാണ്. അതിനർത്ഥം ഇവരാണ് അധ്യാപകരാകേണ്ടത് എന്നാണ്. അപ്പോൾ പഠിപ്പും വിവരവും ബോധവും ഇല്ലാത്ത ഇവരെങ്ങനെ അധ്യാപകരാകും? അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, അവരെ ഉത്തമ ഭാവം കാണിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പഠിക്കാൻ സാധിക്കും, അവർ പഠിക്കുകയും ചെയ്യും. സന്തോഷ് ജോർജ് കുളങ്ങര അതിന് ഉദാഹരണമാണ്. അദ്ദേഹം ഒരു എന്തൂസിയാസ്റ്റ് ആണ്. പക്ഷെ എന്തൂസിയാസ്റ്റിൽ ഒരു ഇൻവെസ്റ്റിഗേറ്റർ ഭാവം വെക്കുന്നതിനെയാണ് നമ്മൾ അതിന്റെ റിഡംഷൻ എന്ന് പറയുന്നത്. നോക്കൂ, ഈ സന്തോഷ് ജോർജ് കുളങ്ങര എന്ന വ്യക്തി, അദ്ദേഹത്തിന്റെ സംഭാഷണം എത്ര രസമാണ് നമുക്ക് കേട്ടുകൊണ്ടിരിക്കാൻ. അദ്ദേഹത്തിന്റെ സഞ്ചാരം എന്ന, അദ്ദേഹം നേരിട്ട് പോയി റിസ്ക് എടുത്ത് ശേഖരിച്ചു കൊണ്ടുവന്ന ദൃശ്യങ്ങൾ നമുക്ക് സഞ്ചാരം എന്ന ആ വീഡിയോയിലൂടെ നമുക്ക് കാണിച്ചു തരുമ്പോൾ, ദൃശ്യങ്ങളിലൂടെ നമുക്ക് കാണിച്ചു തരുമ്പോൾ, അറിവിന്റെ ഒരു വലിയ ലോകം കാണിച്ചു തരുമ്പോൾ എത്ര പേരാണ് അത് കാണുന്നത്? അതിനേക്കാളും എത്രയോ കൂടുതലാണ് അദ്ദേഹത്തിന്റെ സഞ്ചാരിയുടെ ഡയറി കുറിപ്പുകൾ എന്നുള്ള ഒരു പരിപാടി കാണുന്നത്. ശ്രദ്ധിക്കണം. അപ്പോൾ ഒരു എന്തൂസിയാസ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, ആകർഷകമായ സംഭാഷണമായിരിക്കും, അത് കേൾക്കാൻ ജനം കൂടും. അതുകൊണ്ട് തന്നെ അവരിൽ ഒരു പഠന സ്വഭാവം വളർത്തി അവരുടെ റിഡംറ്റീവ് ലെവലിലേക്ക് മാറ്റി കഴിഞ്ഞാൽ സ്വാഭാവികമായും അവർ നന്നായിട്ട് പഠിക്കുകയും നല്ല അധ്യാപകരാകുകയും ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഒരു വിഭാഗമാണ് അധ്യാപന രംഗത്ത് ഉണ്ടാകേണ്ടത്. നിർഭാഗ്യവശാൽ ഈ ഒരു വിഭാഗമല്ല അധ്യാപന രംഗത്ത് നമുക്ക് ഈ കേരളത്തിലുള്ളത്. ഇവിടെ ഇംഗ്ലീഷ് പഠിപ്പിക്കുമ്പോൾ റുക്കോൾ വാസ് എ മൈസർ, ഈ കളക്ടർ ഡാമേജ് വെജിറ്റബിൾ ഫ്രം ലിസാലസ്, ഹി ഹാഡ് കാറ്റ്സ് മീറ്റ്, ഹി വാർ ന്യൂസ് പേപ്പർ ഇൻസ്റ്റെഡ് ഓഫ് അണ്ടർക്ലോസ്, ഇങ്ങനെ എഴുതി തരും. അത് കാണാതെ പഠിക്കണം. ആ ചോദ്യവും ആ ഉത്തരവും കാണാതെ പഠിക്കണം. ആ ചോദ്യം അതേപടി വന്നാൽ ഉത്തരം എഴുതും. ചോദ്യം ഒന്ന് തെറ്റി വന്നാൽ, അർത്ഥം ഒന്നാകുകയും വാക്കുകൾ മാറുകയും ചെയ്താൽ ആ ഉത്തരം എഴുതാത്ത ഒരവസ്ഥയിലേക്ക് നമ്മുടെ കുട്ടികൾ അധപതിച്ചു പോകും. ആ ഒരു വിദ്യാഭ്യാസ രീതിയിലുള്ള ഒരു കുഴപ്പമാണ് ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്നാലും എല്ലാവരും ഉത്തേജിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് ഈ എന്തൂസിയാസ്റ്റ്. മനസ്സിലായല്ലോ. ഇനി മൾട്ടി ടാസ്കിങ് ആണ്. ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയം ചെയ്യുന്നത് എല്ലാം വിജയിച്ചോളണമെന്നൊന്നുമില്ല. ഒന്നും വിജയിച്ചോളണമെന്നില്ല. കാരണം ചിലത് ഒന്ന് ചെയ്യും, എന്നിട്ട് അടുത്തേക്ക് ചാടിപ്പോവും, അടുത്തേക്ക് ചാടിപ്പോവും, അടുത്തേക്ക് ചാടിപ്പോവും, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഒരുപാട് പ്ലാനിങ് ഉണ്ടാവും. ആ പ്ലാനിങ് പക്ഷെ ആക്ഷൻ ഉണ്ടാവാതെ കിടക്കും. കൃത്യമായി മാർഗനിർദ്ദേശം നൽകുന്ന മെന്റേഴ്സ് ഒരുപക്ഷെ അവർക്കില്ല എന്നുണ്ടെങ്കിൽ അവരാകെ കുടുങ്ങിപ്പോകും. അതുകൊണ്ട് തന്നെ പല ബിസിനസ്സുകളും അങ്ങനെ പൊളിയുകയും ചെയ്യും. അവർ പ്ലാൻ ചെയ്തത് ഒന്നായിരിക്കും, സത്യസന്ധമായി നല്ല രീതിയിൽ പോകണമെന്ന് കരുതിയായിരിക്കും പ്ലാൻ ചെയ്യുന്നത്. പക്ഷെ കൂടെ നിൽക്കുന്നവർ സൂപ്പറായിട്ട് അങ്ങോട്ട് പറ്റിക്കും. അത് ഇദ്ദേഹം അറിയില്ല. ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുന്ന കുറെ ആൾക്കാർ അവരുടെ കൂടെ ഉണ്ടാകും. അവർ ഇവരുടെ പണമെല്ലാം അടിച്ചു മാറ്റുന്നത് നമുക്ക് കണ്ടുവരാം. അതായത് ഫ്ലോപ്പായി വരും, ബിസിനസ്സിൽ ഫ്ലോപ്പായി വരുന്നത് കാണാം. പക്ഷെ ഇവരാണ് ഏറ്റവും നല്ല ബിസിനസ്മാനായിട്ട് കണ്ടുവരുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. സന്തോഷ് ജോർജ് കുളങ്ങരയും കൊച്ചി ജോസഫ് ചിറ്റിലപ്പള്ളിയും തന്നെ നമുക്ക് ഇതിന് എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ബോബി ചെമ്മണ്ണൂരിനെ തൽക്കാലം നമുക്ക് മാറ്റിവെക്കാം. അദ്ദേഹം ഇവിടെ പ്രതിസ്ഥാനത്താണല്ലോ. സന്തോഷ് ജോർജ് കുളങ്ങര അദ്ദേഹം ഒരു സ്കൂൾ നടത്തുന്നുണ്ട്, എല്ലാം നടത്തുന്നുണ്ട്. ₹1 പരസ്യം വാങ്ങാതെ സഫാരി എന്ന ചാനല് ഇന്നും ലാഭത്തിൽ കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിയുന്നുവെങ്കിൽ, വേണ്ട ലാഭം വേണ്ട, പൂട്ടാതെ കൊണ്ടുപോകാൻ കഴിയുന്നു എന്നുണ്ടെങ്കിൽ അതൊരു കഴിവ് തന്നെയല്ലേ? മനസ്സിലായില്ലേ? അതാണ് അതിന്റെ ബിസിനസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കൊച്ചി ജോസഫ് ചിറ്റിലപ്പള്ളി, അദ്ദേഹത്തിന് ഞാൻ പണ്ടൊരു ലേഖനം എഴുതിയിട്ടുണ്ട്. ഒരു CPM-ന്റെ ഒരു ധർണയോ റാലിയോ റോഡ് മുടക്കോ എന്തോ വന്ന സമയത്ത് ഒരു സ്ത്രീ സ്കൂട്ടറിൽ വന്നിട്ട് വഴി കടന്നു പോകാൻ അവിടെ ഉച്ചമ്പിളി ഉണ്ടാക്കിയ ഒരു കഥ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അങ്ങനെ പ്രതികരിച്ച ആ സ്ത്രീക്ക് കൊച്ചി ജോസഫ് ചിറ്റിലപ്പള്ളി 5 ലക്ഷം രൂപ കൊടുത്ത ഒരു കഥ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ആ കഥ അങ്ങനെ പറഞ്ഞ സമയത്ത് ഞാനൊരു ലേഖനം എഴുതിയിരുന്നു എൻ്റെ ബ്ലോഗിൽ, കൊച്ചി ജോസഫ് ചിറ്റിലപ്പള്ളി CPM-നോട് നന്ദികേട് കാണിക്കരുതെന്ന്. ഇത് ഞാൻ ഒരു രാഷ്ട്രീയമായിട്ട് പറയുന്നതല്ല കേട്ടോ. ഞാൻ അങ്ങനെ നിങ്ങൾ ഒരിക്കലും കണക്ക് കൂട്ടരുത്. ഞാൻ എക്സാമ്പിൾസ് പറഞ്ഞു പോകുന്ന മാത്രമാണ്. കാരണം അന്ന് കൊച്ചി ജോസഫ് ചിറ്റിലപ്പള്ളി എന്ന വ്യക്തി അദ്ദേഹത്തിന്റെ കമ്പനി തുടങ്ങി വരുന്ന കാലത്ത് തൊഴിലാളി സമരം രൂക്ഷമായ സമയമാണ്. അന്ന് CPM മാത്രമല്ല, കോൺഗ്രസിന്റെയും തൊഴിലാളി സംഘടനകൾ നല്ല സമരം നടത്തുന്ന കാലമാണ്. CIT ആയാലും INTUC ആയാലും അവരൊക്കെ തുറക്കുക പൂട്ടുക അങ്ങനെ നടത്തിക്കൊണ്ടിരുന്ന സമയത്താണ്. പക്ഷെ ഇദ്ദേഹത്തിന്റെ കമ്പനി പൂട്ടുകയും അദ്ദേഹം സെമിനാരിയിലും അതുപോലെ മറ്റുള്ളിടത്തും അവിടെയും ഇവിടെയും ഉള്ള കന്യാസ്ത്രീകളെ കൊണ്ടും അവരെ കൊണ്ടും ഇവിടെ കൊണ്ടും ഒക്കെ പണിയെടുപ്പിച്ച് അവരുടെ ഉൽപ്പന്നം പുറത്തേക്ക് വിറ്റു. അദ്ദേഹം നല്ലൊരു ബിസിനസ്മാനായി മാറി. വി-ഗാർഡ് എന്നൊരു അഡ്രസ്സ് ഇവിടെ ഉണ്ടാക്കി. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാൻ എൻ്റെ ലേഖനത്തിൽ എഴുതിയത് കൊച്ചി ജോസഫ് ചേട്ടൻ CPM-നോട് നന്ദിയോട് കാണിക്കരുത് എന്നാണ്. അതായത് എങ്ങനെ വീണാലും 4 കാലിൽ വീഴുന്ന ഒരു ഐറ്റമാണിത്, ഈ പറയുന്ന എന്തൂസിയാസ്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ബിസിനസ് എന്ന് പറയുന്നത് അവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അത് ബിസിനസ് പഠിച്ച് ചെയ്യുകയാണെങ്കിൽ, ഏതുപോലെ എന്ന് വെച്ചാൽ സന്തോഷ് ജോർജ് കുളങ്ങര നിൽക്കുന്ന അതേ ലെവലിൽ നിന്നുകൊണ്ട് ഈ ഒരു വിഭാഗം പഠിച്ച് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നന്നായി ബിസിനസ് ചെയ്യാൻ കഴിയുന്ന ഒരു വിഭാഗവും കച്ചവടം ചെയ്യാൻ കഴിയുന്ന ഒരു വിഭാഗവും ഇവരാണ്. അതിന് സരസമായി എല്ലാവരെയും പറഞ്ഞു നിർത്താനുള്ള കഴിവുണ്ട്. മല പോലെ വരുന്ന എന്ത് കാര്യവും എലി പോലെ പറഞ്ഞു വിടാൻ അവർക്ക് സാധിക്കും. എത്ര വലിയ ഒരു പ്രയാസമുണ്ടെങ്കിലും ആ പ്രയാസത്തെ മുഴുവൻ 2 സംസാരത്തിലൂടെ ഒതുക്കാൻ അവർക്ക് സാധിക്കും. മൾട്ടി ടാസ്കിംഗ് എന്ന് പറയുന്നത് അവിടെയാണ്.
ഇനി വെറൈറ്റി സീക്കേഴ്സ് ആണ്. ഇപ്പോൾ അവിടെ ഞാൻ മറ്റു രണ്ടുപേരെ മാറ്റി വെക്കുകയാണ്. അതായത് കൊച്ചേശ്വർ ചിറ്റിപ്പള്ളിയെ ഞാൻ മാറ്റിവെക്കുന്നു, സന്തോഷ് ജോർജ് കുളങ്ങരെ മാറ്റിവെക്കുന്നു. ഇവിടെ ഞാൻ ഏറ്റെടുക്കുന്നത് ബോബി ചെമ്മണ്ണൂരിനെ തന്നെയാണ്. വെറൈറ്റി സീക്കേഴ്സ്. അദ്ദേഹം തന്നെ പല ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്. ക്രൈം നന്ദകുമാർ പച്ചയ്ക്ക് ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട്. ഒരുപാട് സ്ത്രീകളുമായിട്ട് മറ്റു ബന്ധങ്ങളോ മറ്റോ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ്? വെറൈറ്റി സീക്കറാണ്. ആ വെറൈറ്റി സീക്കേഴ്സ് ആയിട്ടുള്ള ഒരു വ്യക്തി അങ്ങനെ തന്നെ ആയിരിക്കും ഉണ്ടായിരിക്കുക. അങ്ങനെ ആയില്ലെങ്കിലുള്ള അതിശയം. അദ്ദേഹം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, പലരെയും കാണും, അത് എൻജോയ് ചെയ്യും, എന്റർടൈൻമെന്റ് ചെയ്യും. പക്ഷെ ഒരു ഗുണമുണ്ട്, ബോബി ചെമ്മണ്ണൂർ പറയുന്നത് 100% വിശ്വസിക്കാന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അദ്ദേഹവുമായിട്ട് യോജിക്കാത്ത, അദ്ദേഹവുമായിട്ട് ചേരാത്ത, അദ്ദേഹത്തെ ആഗ്രഹിക്കാത്ത ഒരാളുമായും അത്തരത്തിലുള്ള ഒരു സെൻഷ്വാലിറ്റി അല്ലെങ്കിൽ അതുപോലെ യാതൊരു പ്രവർത്തനവും പ്രതീക്ഷിക്കേണ്ടതില്ല. അതുകൊണ്ടാണ് ഞാൻ ബോബി ചെമ്മണ്ണൂരിനെ ന്യായീകരിക്കുന്നത്. എന്തെങ്കിലും തോന്നിയാസങ്ങളോ മറ്റു കാര്യങ്ങളോ അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ ആ പറയുന്നത് അദ്ദേഹത്തിന് ഒരു സരസമായിട്ടുള്ള ഒരു വർത്തമാനം മാത്രമാണ്. അതേസമയം ഏതെങ്കിലും ഒരു സ്ത്രീയുമായി അദ്ദേഹത്തിന് അവിഹിതമായി, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അവിഹിതമായി എന്തെങ്കിലും ഒരു ബന്ധമുണ്ട് എന്നുണ്ടെങ്കിൽ അത് അവർ രണ്ടുപേരും ആഗ്രഹിച്ച് ഒരുമിച്ചല്ലാതെ അത് ചെയ്യില്ല എന്നതാണ് എന്തൂസിയാസ്റ്റിന്റെ ക്വാളിറ്റി. അതായത് ബലാത്സംഗം ചെയ്യില്ല എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. എന്ന് വെച്ച് നോക്കി ആസ്വദിക്കില്ല എന്നാണ് ഞാൻ പറയുന്നതിന്റെ അർത്ഥം. എല്ലാം നോക്കി ആസ്വദിക്കും, കണ്ടാസ്വദിക്കും. ഇതിന്റെ അണ്ടണിയുടെ ഭാവത്തിലുള്ള ചെറുപ്പക്കാരാണ് അല്ലെങ്കിൽ യുവാക്കളാണ് ഈ ഒളി ക്യാമറ കൊണ്ടുവന്ന് വെക്കുന്നതും കുളിക്കുന്നിടത്ത്, പെണ്ണുങ്ങൾ കുളിക്കുന്നിടത്ത് ഒളിഞ്ഞു നോക്കുന്നതും ഒക്കെ വരാം. അതൊക്കെ ഈ ഒരു കാറ്റഗറിയാണ്. പക്ഷെ അതൊന്നും ഒരു മോശം സ്വഭാവമായിട്ടല്ല നമ്മൾ കാണേണ്ടത്. അത് നല്ല രീതിയിൽ അവരെ ക്യാരക്ടർ അവർക്ക് പറഞ്ഞു കൊടുത്താൽ അവർ നിർത്തും. ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് നോക്കുന്നതാണ്, അല്ലാതെ അവരെ അതൊന്നും മോശപ്പെടുത്താൻ വേണ്ടി നോക്കുന്നതല്ല. അത് ആരെയും കാണിക്കാനും പോകുന്നില്ല. പക്ഷെ ഇവരൊക്കെ ആ നിലയിൽ പ്രതിസ്ഥാനത്തേക്ക് വരാറുണ്ട്. ഇവിടെ ഒളിക്യാമറ വെച്ച കേസിലും മറ്റു കേസിലുമൊക്കെ പലരും പ്രതിയാകുമ്പോൾ ഞാൻ കാണാറുണ്ട് അവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ അതൊരു എന്തൂസിയാസ്റ്റ് ആണല്ലോ എന്ന്. അപ്പോൾ എനിക്കിത് മനസ്സിലാവും. പക്ഷേ നമ്മുടെ നിയമത്തിന്റെ കണ്ണിൽ അതൊരു കുറ്റവാളിയാണ്, കുറ്റം ചെയ്തതാണ്. അതുകൊണ്ട് അങ്ങനെ പോകും, വിചാരണ നടക്കും, ശിക്ഷ നടക്കും, എല്ലാം ചെയ്യും. പക്ഷെ അവനറിയില്ല എന്തുകൊണ്ടാണ് അവരെ പിടിച്ചത് എന്ന്. ഇവിടെ ബോബി ചെമ്മണ്ണൂരിനെ അറിയില്ല എന്താണ് ഈ കുന്തിദേവി പ്രശ്നമെന്നോ അല്ലെങ്കിൽ മറ്റെന്താണോ പറയുന്നത് അയാൾക്കറിയില്ല. ഈ പഴംപൊരിയൊന്നും അയാൾക്കറിയില്ല. അയാൾ തമാശ പറയുന്നു, അതൊരു തമാശയായിട്ട് അദ്ദേഹം എടുക്കുന്നുള്ളൂ. അദ്ദേഹം പറയുന്ന സെൻസിൽ മറ്റുള്ളവരെ എടുക്കുമെന്ന് കരുതുന്നു. ദാറ്റ് മീൻ അദ്ദേഹം ഒരു എന്തൂസിയാസ്റ്റ് ആണ്. അദ്ദേഹം കരുതുന്നു ബാക്കിയുള്ള മുഴുവൻ ആൾക്കാരും എന്തൂസിയാസ്റ്റ് ആണ് എന്ന്. അത് തെറ്റാണ്. അതാണ് എന്റെ പ്രശ്നം. ഒരു എന്തൂസിയാസ്റ്റ് അല്ലെങ്കിൽ എന്തൂസിയാസ്റ്റിക് മെന്റാലിറ്റി ഉള്ള ആൾക്കാർ, അവരോട് പറഞ്ഞാൽ യാതൊരു പ്രശ്നമില്ല. ഇനി ഒരു ഇൻഡിവിജ്വലിസ്റ്റിനോട് പറഞ്ഞാലും കുഴപ്പമില്ല. ബാക്കിയുള്ള 6-7 ടൈപ്പുകളോട് സംസാരിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും അടി കിട്ടും. ഇവിടെ ബോബി ചെമ്മണ്ണൂർ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് അതുകൊണ്ടാണ്. അദ്ദേഹം പറയുന്ന തമാശകൾ കേൾക്കുന്ന എന്തൂസിയാസ്റ്റ് എന്ന് പറയുന്ന ഒരു വിഭാഗം അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ആ വിഭാഗത്തിലുള്ള ഇൻഡിവിജ്വലിസ്റ്റ് ആയിട്ടുള്ള മറ്റൊരു വിഭാഗം സപ്പോർട്ട് ചെയ്യുമ്പോൾ ബാക്കിയുള്ള 7 വിഭാഗങ്ങളും അദ്ദേഹത്തിന് എതിരാണ്. അതിൽ ഇവിടെയുള്ള നിയമ സംവിധാനങ്ങളും പോലീസുകാരും എല്ലാം പെടും. എന്ന് വെച്ചാൽ അവരിൽ എന്തൂസിയാസ്റ്റിലല്ല എന്നാണ് ഞാൻ പറയുന്നത്. അതിൽ ഇവിടെ ബോബി ചെമ്മണ്ണൂരിന്റെ ഈ വർത്തമാനം എതിർക്കുന്ന മുഴുവൻ ആൾക്കാരും അതിൽ പെടും. ആ കാറ്റഗറി ആയിരിക്കും. അവർക്കത് അശ്ലീലമായിരിക്കും. പക്ഷെ ഈ 2 വിഭാഗങ്ങൾക്ക്, പ്രത്യേകിച്ച് എന്തൂസിയാസ്റ്റുകൾക്ക്, അത് അശ്ലീലമല്ല. അതൊരു കോമൺ വേർഡ്സ് മാത്രമാണ്. ഇനി ഇതിന്റെ അടുത്തൊരു രീതി എന്ന് പറഞ്ഞാൽ ഇവർ സരസ ഭാഷകരാണ്. വെറൈറ്റി സീക്കിംഗ് എന്ന് പറഞ്ഞ സംഗതി മനസ്സിലായല്ലോ. പുതിയ ആൾക്കാരിലേക്ക് കണ്ടെത്തിക്കൊണ്ടിരിക്കും. അത് അങ്ങനെയാ. എത്ര എണ്ണം എന്ന് ചോദിച്ചാൽ ഞാൻ ഈ നല്ല കാര്യങ്ങൾക്ക് എണ്ണം വെക്കാറില്ല എന്ന് പറഞ്ഞൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ സരസ ഭാഷകരാണ് എപ്പോഴും. ഈ എന്തൂസിയാസ്റ്റുകൾ സരസ ഭാഷണം നടത്തുന്നവരാണ്. അറിയാമല്ലോ, വിരസ ഭാഷകരല്ല, അത് വേറെ ടൈപ്പ് ഉണ്ട്. ഈ സരസ ഭാഷണം എന്ന് പറഞ്ഞാൽ എപ്പോഴും തമാശകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ്. ഇവർ അഡ്വഞ്ചേഴ്സ് ആണ്. നമ്മളെ തുടക്കത്തിൽ ഞാൻ ഒരു ചിത്രം കാണിച്ചു നിങ്ങളോട് പറഞ്ഞില്ലേ, അഡ്വഞ്ചേഴ്സ് ആണ് ഇവർ. എപ്പോഴും ഒരു അഡ്വഞ്ചർ ഇവർ തന്നെ ഉണ്ടാവും. ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ ചെറുതിലെ കാർ ഓടിച്ചു എന്ന് പറയുന്നു. എനിക്കറിയില്ല ഓടിച്ചോ ഇല്ലയോ എന്നുള്ളത്. ഓടിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഒരു എന്തൂസിയാസ്റ്റ് അതിന് സാധിക്കും. അതുപോലെ അദ്ദേഹം കുറെ ഓടി എന്ന് പറയുന്നുണ്ട്. ഓടിയിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. മറ്റുള്ളവർക്ക് ചിലപ്പോൾ സാധിക്കില്ല. മറ്റുള്ളവർ അല്ലാത്തവരത് ഓടിയിട്ടുണ്ടാവില്ല. അവർ ഒരുപക്ഷെ എതിർക്കുന്നുണ്ടാകും. എന്തായാലും അദ്ദേഹം ഒരു എന്തൂസിയാസ്റ്റ് ആയതുകൊണ്ട്, ഒരു അത്ലറ്റിക് ആയതുകൊണ്ട്, ആ ഒരു അഡ്വഞ്ചർ ആയതുകൊണ്ട് അദ്ദേഹം അതൊക്കെ ചെയ്തിട്ടുണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ ഇവരെപ്പോഴും ഒരു ശുഭാപ്തി വിശ്വാസികൾ കൂടിയാണ്. എല്ലാം ശരിയാവും എന്നൊരു വിശ്വാസികൾ കൂടിയാണ്. അതുകൊണ്ടാണ് എൻ്റെ സംസാരത്തിന്റെ തുടക്കത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഒപ്റ്റിമിസ്റ്റ് എന്നാണ് കാത്തലിക് സിലബസിൽ ഇവരെ അറിയപ്പെടുന്നത് എന്ന്. ഈ ശുഭാപ്തി വിശ്വാസം എല്ലാം ശരിയാവും എന്നൊരു ഭാവമാണ്. ആ ഒരു ഭാവം കൊണ്ട് മാത്രം ജയിലിൽ നിന്ന് ഇറങ്ങുന്ന ഈ പറയുന്ന ബോബി ചെമ്മണ്ണൂരിന് ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് ഞാൻ പറയും. അദ്ദേഹം ഒരു പക്ഷേ കോടതിയുടെ കർശനമായ നിർദ്ദേശമുള്ളത് കൊണ്ട് ഒരു പക്ഷേ മറ്റു വാക്കുകൾ പറയാൻ ശ്രമിക്കാതിരിക്കുമായിരിക്കാം. പക്ഷെ അദ്ദേഹം പറഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ ജാമ്യം ലംഘിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന് ബോബി ചെമ്മണ്ണൂരിനോട് ഞാൻ ഓർമ്മിപ്പിക്കാം.
നിങ്ങളത് ശ്രദ്ധിക്കണം. നിങ്ങളുടെ നാവിൽ നിന്ന് വീണ്ടും അത്തരത്തിലുള്ള വാക്കുകൾ വരാൻ സാധ്യതയുണ്ട്. കാരണം നിങ്ങൾ അതാണ് ക്യാരക്ടർ. അത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ അതിന്റെ ഉത്തമ ഭാവത്തിലേക്ക് മാറുക. അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഇതിന്റെ ഈ വീഡിയോയുടെ അവസാനം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പിന്നെ ഹൈപ്പർ ആക്റ്റീവ് ആണ്. ഹൈപ്പർ ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ എവിടെയും ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, ബോബി ചെമ്മണ്ണൂർ എന്ന ആ ഒരു വ്യക്തി ഏത് വേദിയിലാണ് ഹൈപ്പർ ആക്റ്റീവ് അല്ലാത്തത്? എവിടെയാണ് ഹൈപ്പർ ആക്റ്റീവ് അല്ലാത്തത്? എവിടെ പോയി കഴിഞ്ഞാലും, ഉദ്ഘാടന വേദി ആയാലും എവിടെ ആയി കഴിഞ്ഞും ആക്റ്റീവാണ്. അതായത് ഇത്രയും വലിയൊരു സ്വർണ്ണക്കട മുതലാളിയാണെന്നോ അല്ലെങ്കിൽ ഒരു കോടീശ്വരനാണെന്നോ അതുകൊണ്ട് താൻ ഇങ്ങനെ ഈ കുട്ടിക്കുപ്പായ ഇട്ടുകൊണ്ട് ഇങ്ങനെ ചാടി കളിച്ചു കഴിഞ്ഞാൽ അത് നാട്ടുകാർ തന്നെ കളിയാക്കുന്നൊന്നുമില്ല. അത് ചാടിക്കൊണ്ടിരിക്കും, നല്ല എനർജിക്കായിട്ട് ചാടിക്കൊണ്ടിരിക്കും, എല്ലാം ചെയ്യും. അത് അതിനൊരു ശീലമാണ്. ഇനി രണ്ട് കാര്യങ്ങൾ കൊണ്ട് അതിൽ രണ്ടാമത്തെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ബോബി ചെമ്മണ്ണൂരിനെ കൃത്യമായി മനസ്സിലാവും. എപ്പിക്യൂരിയൻ എന്നാണ് നമ്മൾ അതിന്റെ അടുത്തൊരു ഘട്ടത്തെ പറയാം. എപ്പിക്യൂരിയൻ എന്ന് പറഞ്ഞാൽ ചുരുക്കി ഞാൻ അങ്ങോട്ട് പറയാം, സുഖാന്വേഷി എന്ന് നമുക്ക് മലയാളത്തിൽ ഇതിനെ പറയാൻ പറ്റൂ. അതായത് വെറൈറ്റി സീക്കേഴ്സ് എന്ന് പറയുന്നതിനോട് ചേർന്നാണ് നമ്മൾ ഇതിനെ വായിക്കേണ്ടത്. ഇത്തരം സുഖങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുക ചെയ്യാം. ബലമായിട്ട് ഒന്നിനെ കൈകാര്യം ചെയ്യില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് ജോലിയിലായാലും പെണ്ണുങ്ങളിലായാലും ഇനി മറ്റെന്തെങ്കിലും എന്റർടൈൻമെന്റിലായാലും അത് ജീവകാരുണ്യ പ്രവർത്തനത്തിലായാലും എല്ലാത്തിലും ഒരേ സ്വഭാവമായിരിക്കും. അതിൽ ഒരു ആനന്ദം കണ്ടെത്തുന്നു. അതുകൊണ്ടാണ് ഇവിടെ സൗദി ജയിലിൽ ഒരു റഹീം എന്ന് പറയുന്ന അബ്ദുറഹീം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരന് വേണ്ടി തന്റെ വാഹനം എടുത്തുകൊണ്ട് പിച്ച തണ്ടാൻ തെരുവിലേക്ക് ഇറങ്ങാൻ തോന്നിയത്. അതിലാണ് അദ്ദേഹം സുഖം കണ്ടെത്തുന്നത്. അത് കേരളത്തിൽ എത്രയോ ആൾക്കാർ വേറെ ഉണ്ടല്ലേ. ഇവിടെ ഒത്തിരി പേരുണ്ടായിരുന്നല്ലോ, ഒരുപാട് പേർ കച്ചവടക്കാരും മറ്റുള്ളവരും ഉണ്ടായിരുന്നു, സെലിബ്രിറ്റികൾ ഉണ്ടായിരുന്നു. എന്തേ അവർക്കാർക്ക് ഇത് തോന്നിയില്ല? ബോബി ചെമ്മണ്ണൂർ തന്റെ വാഹനവും എടുത്തുകൊണ്ട് ബക്കറ്റ് കൊണ്ട് അങ്ങനെ ഇറങ്ങിയത് കൊണ്ട് അതൊരു ഓളമായത്. അത് ഓളമായതുകൊണ്ടാണ് ആ പണം പിന്നെ അദ്ദേഹത്തിന്റെ ആ അക്കൗണ്ടിലൂടെ വന്നു കഴിഞ്ഞാൽ പിരിച്ചു കഴിഞ്ഞാൽ അത്ര സുഖമാവില്ല എന്ന് മനസ്സിലായി നേരെ ആപ്ലിക്കേഷനിലേക്ക് വന്നത്. ആപ്ലിക്കേഷനിൽ നിമിഷ നേരം കൊണ്ടാണ് ആ പണം കുമിഞ്ഞുകൂടിയത്. അറിയാമല്ലോ, 3 ദിവസം കൊണ്ടാണ് 34 കോടി രൂപ അതിലേക്ക് വന്നത്. ഈ പണം സമാഹരിച്ചത് ഈ ബോബി ചെമ്മണ്ണൂരിന്റെ ഈ ഒരു എപ്പിക്യൂർ മെന്റാലിറ്റി, അദ്ദേഹത്തിന്റെ ആ ചാട്ടം അതുകൊണ്ട് മാത്രമാണെന്ന് മനസ്സിലാക്കിയാൽ മതി. ഇനിയുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത്. ശുദ്ധഗതിക്കാരനായിരിക്കും, സിമ്പിൾ മെന്നസ് ആണ് ഈ ഒരു വ്യക്തികൾ. ഇത്തരത്തിലുള്ള ആൾക്കാർ വളരെ ശുദ്ധഗതിക്കാരായിട്ടുള്ള പാവങ്ങളായിട്ടുള്ള ആൾക്കാരാണ് ഈ എന്തൂസിയാസ്റ്റ് എന്ന് പറയുന്നത്. അവർ ചെയ്യുന്ന ചാരിറ്റി, അവർ ചെയ്യുന്ന കാര്യങ്ങളൊന്നും വേറെ ആർക്കും സാധിക്കില്ലെന്നേ. ഈ ദിൽഷാദ് എന്ന് പറയുന്ന എൻ്റെ അടുത്ത് യൂണിവേഴ്സിറ്റിക്ക് അടുത്ത് താമസിക്കുന്ന ആ പയ്യൻ, അവൻ ഇവിടെ നിന്ന് ആഫ്രിക്കയിൽ പോയിട്ട് അവിടുത്തെ ആൾക്കാരുടെ ദുഃഖാവസ്ഥ കണ്ട് അവിടെ കിണർ കുടിച്ചു നോക്കുകയാണ്. എൻ്റെ കണ്ണുപോലും നിറഞ്ഞുപോയി. ആഫ്രിക്കയില് സ്കൂളിൽ കിണർ കുടിച്ചിട്ട് ആ കിണറ്റിൽ നിന്നുള്ള വെള്ളം വന്ന് പൈപ്പിലേക്ക് വെള്ളം എടുക്കാൻ വേണ്ടി കുട്ടികൾ പാഞ്ഞു പോയത് കണ്ടിട്ട് വട്ടം ചുറ്റിച്ച് അവനെ പൊന്തിച്ചെടുത്തപ്പോൾ അവൻ മറ്റാരും കാണാതെ കണ്ണ് തുടയ്ക്കുന്നത് ഞാൻ കണ്ടു. എന്ന് പറഞ്ഞാൽ അവരുടെ ആ ഒരു സന്തോഷം, അവരുടെ അപ്പൂപ്പന്മാരൊക്കെ അവിടെ പഠിച്ചിരുന്ന സമയത്ത് വെള്ളം കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് അവർ പഠിച്ചിരുന്ന പെൺകുട്ടികൾ വെള്ളം കൊണ്ടുവന്നിട്ടാണ് ഇതെല്ലാം ഉപയോഗിച്ചിരുന്നത്. പഠിക്കുന്ന കുട്ടികൾ 1.5 കിലോമീറ്റർ നടന്ന് വെള്ളം കൊണ്ടുവരണം. ആ ഒരു അവസ്ഥയിൽ നിന്ന് അവിടെ വെള്ളം കിട്ടുമ്പോൾ കേവലം 15,000 രൂപ ഉണ്ടെങ്കിൽ ഒരു കിണർ കുഴിക്കാം. പക്ഷെ ആ 15,000 രൂപ പോയിട്ട് 150 രൂപ എടുക്കാൻ അവരില്ലാത്തതുകൊണ്ടാണ് കിണർ കുഴിക്കാൻ കഴിയാത്തത്. അവിടെ ഓരോ കിണറുകൾ കുഴിച്ച് അതിൽ വെള്ളം വരുത്തി അതിനുള്ള പമ്പ് മോട്ടോർ സെറ്റ് കംപ്ലീറ്റ് കാര്യങ്ങളും വെച്ച് അതിൽ നിന്ന് വെള്ളം കണ്ടപ്പോൾ ഉള്ള ഒരു സന്തോഷം, അവരെ കെട്ടിപ്പിടിച്ചിട്ട് ആ രീതിയിൽ അവനെ ട്രീറ്റ് ചെയ്യുമ്പോൾ അറിയാതെ അവൻ കണ്ണ് നിറഞ്ഞുപോയി. അത് കണ്ടപ്പോൾ എനിക്കും കണ്ണ് നിറഞ്ഞുപോയി. കാരണം അത് അങ്ങനെയാണ്, അതൊരു എന്തൂസിയാസ്റ്റിന് മാത്രമേ സാധിക്കുള്ളൂ. നിങ്ങൾ ചിന്തിച്ചാൽ മതി, എന്തൂസിയാസ്റ്റ് എന്ത് ദ്രോഹമാണ് നമുക്ക് ചെയ്യുന്നത്? ഒരു ദ്രോഹം ചെയ്യുന്നില്ല. ശുദ്ധഗതിക്കാരാണ്, സാധുക്കളാണ്. അതുകൊണ്ടാണ് ബോബി ചെമ്മണ്ണൂർ വയനാട് ലാൻഡ്സ്ലൈഡ് വന്നപ്പോൾ പറഞ്ഞത് 1000 ഏക്കറുണ്ടോ 10,000 ഏക്കറുണ്ടോ അതൊന്നും എനിക്കറിയില്ല. 1000 ഏക്കറുണ്ടോ 10,000 ഏക്കറുണ്ടോ അതൊന്നും എനിക്കറിയില്ല. പക്ഷെ ആ 1000 ഏക്കർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് സ്ഥലം ഈ പറയുന്ന മുണ്ടക്കയിലും ചൂരൽമലയിലും വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് വെക്കാൻ വേണ്ടി കൊടുക്കാമെന്ന് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞത്. വെറും വാക്ക് പറഞ്ഞാൽ അത് കൊടുക്കും. അത് ആവശ്യപ്പെട്ടാൽ, അത് ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കാൻ ബോബി ചെമ്മണ്ണൂർ തയ്യാറാകും. അതാണ് ബോബി ചെമ്മണ്ണൂരിന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്യാരക്ടർ അറിയാവുന്നത് കൊണ്ടാണ് അദ്ദേഹത്തെ ഞാനുമായിട്ടുള്ള ഒരു വിഷയത്തിൽ പോലും ഞാൻ മാറ്റി നിർത്തിയേക്കുന്നത്. അദ്ദേഹത്തിന്റെ ബിസിനസ്സിൽ ബോച്ചേട്ടിയുമായി ബന്ധപ്പെട്ട് ഒരു വിഷയത്തിൽ ഞാൻ അദ്ദേഹത്തെ ഈ അബ്ദുറഹീമുമായിട്ടുള്ള ബന്ധത്തിൽ സഹായിക്കാമെന്ന് കരുതിയിട്ട് എൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന നിലയിൽ ഞാൻ 5 പാക്കറ്റ് ചായപ്പൊടി വാങ്ങിയതും, പക്ഷേ പിന്നീട് അതൊരു ലോട്ടറി ആയി മാറിയതും അതൊരു ഉടായ്പാണെന്ന് മനസ്സിലായപ്പോൾ അത് ഞാനത് പ്രതികരിച്ചതുമൊക്കെ അതിന്റെ ഭാഗമായിട്ടാണ്. ബിസിനസ് പരമായിട്ട് ബാക്കിയുള്ളവരെ പറ്റിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ തിരുത്തി കൊടുക്കാൻ ശ്രമിക്കുന്ന സമയത്ത് നമ്മളുമായി സംസാരിക്കാനോ അല്ലെങ്കിൽ മറ്റ് ആശയവിനിമയം നടത്താനോ തയ്യാറാകാതെ വരുമ്പോൾ ഒക്കെ നമ്മൾ പ്രതികരിച്ചു പോകും. ആ ഒരു പ്രതികരണമാണ് അന്ന് ഞാൻ പ്രതികരിച്ചത്. അതിനർത്ഥം അദ്ദേഹം ചെയ്യുന്ന നല്ല കാര്യങ്ങളെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ക്യാരക്ടറിനെയോ ഞാൻ വഷളാക്കുക എന്നുള്ളതല്ല. ആ നല്ല കാര്യത്തെ ഒരിക്കലും ഞാൻ വഷളാക്കാൻ താല്പര്യപ്പെടുന്നില്ല. എൻ്റെ ഈ സംസാരം തുടങ്ങുമ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് മറ്റൊരു കാര്യം പറഞ്ഞിരുന്നു.
ഈ ഒരു വിഭാഗം ഉല്ലാസപ്രിയരാണ്, എക്സൈറ്റ്മെന്റിന്റെ ആൾക്കാരാണ്. ആ ഉല്ലാസത്തിന് വേണ്ടി അവർ വിവിധ മാർഗങ്ങൾ ചെയ്യുന്നു, ഒരുപാട് മാർഗങ്ങൾ ചെയ്യുന്നു. അതുകൊണ്ട് മാത്രമാണ് ഇവിടെ ബോബി ചെമ്മണ്ണൂർ പ്രതിയായി മാറിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ബോബി ചെമ്മണ്ണൂരിന് ഇല്ലാത്ത ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. യാഥാർത്ഥ്യ ബോധം, റിയലിസം അതില്ല. അത് ഈ എന്തൂസിയാസ്റ്റുകൾക്കില്ല. എന്തൂസിയാസ്റ്റുകൾ എന്ന് പറയുന്നത് ആ ഒരു ഉല്ലാസപ്രിയരായിട്ട് ഇങ്ങനെ നടക്കുന്നു, ഒരു വെറൈറ്റി സീക്കേഴ്സ് ആയിട്ട് നടക്കുന്നു, അതുപോലെ ഹൈപ്പർ ആക്റ്റീവായി അഡ്വഞ്ചറായി നടക്കുന്നു. ഇതൊക്കെ സംഭവിക്കുന്നു എന്നല്ലാതെ യാഥാർത്ഥ്യ ബോധത്തോടെ അല്ലെങ്കിൽ റിയലിസത്തോടെ അവർ ജീവിതത്തെ സമീപിക്കാനോ അല്ലെങ്കിൽ അവർ കാര്യങ്ങൾ നടത്താനോ അവർ ശ്രദ്ധിക്കുന്നില്ല. അത് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് അവർ എല്ലാ കുരുക്കിലും ചെന്ന് ചാടുന്നത്. ഇവിടെ ബോബി ചെമ്മണ്ണൂർ ഹണി റോസ് കേസിൽ ചെന്ന് പെട്ടതും അതുകൊണ്ട് തന്നെയാണ്, അല്ലാതെ മറ്റൊരു കാരണം തേടേണ്ടതില്ല. ഇവിടെ ബോബി ചെമ്മണ്ണൂർ മനസ്സിലാക്കേണ്ടത് ഒരു റിയലിസമാണ്. കോടതി ബോബി ചെമ്മണ്ണൂരോട് പറഞ്ഞത് ഈ ഒരൊറ്റ കാര്യമാണ്. അതായത് കോടതി എന്താണ് പറഞ്ഞതെന്ന് ബോബിക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല, പക്ഷെ ഈ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ ബോബിക്ക് മനസ്സിലാവും. അതായത് ഒരു റിയാലിറ്റി എന്ന് പറയുന്നത് ഈ സമൂഹം എല്ലാം ബോബി ചെമ്മണ്ണൂരിനെ പോലെ എന്തൂസിയാസ്റ്റ് നോർമൽ വ്യക്തികളല്ല. ഇൻവെസ്റ്റിഗേറ്റേഴ്സും ലോയലിസ്റ്റും പീസ് മേക്കേഴ്സും മറ്റുള്ളവരും ചാലഞ്ചേഴ്സും ഒക്കെ ഉള്ള ഒരു കൂട്ടമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ആ ഒരു കൂട്ടത്തിന്റെ ഇടയിൽ നിന്നുകൊണ്ട് എന്തൂസിയാസം വിളമ്പി കഴിഞ്ഞാൽ പല ഭാഗത്തുനിന്നും എതിർപ്പ് വരാം, ഇനിയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് തന്റെ സ്വഭാവം മാത്രമല്ല, അല്ലെങ്കിൽ തന്റെ സ്വഭാവത്തിലുള്ളവർ മാത്രമല്ല ഈ ലോകത്ത് എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്റെ സ്വഭാവത്തിൽ അത്തരം എപ്പിക്യൂരിയന്റെ സ്വഭാവവും അതുപോലെ ഈ പറഞ്ഞ വെറൈറ്റി സീക്കേഴ്സിന്റെ സ്വഭാവം ഒക്കെ അല്പം സീക്രസി ആയി വെക്കാൻ കരുതിയാൽ, അല്ലെങ്കിൽ അതൊക്കെ ഒന്ന് കരുതിയെടുത്ത് പ്രയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ബോബി ചെമ്മണ്ണൂരിന് രക്ഷപ്പെടാൻ പറ്റും, ഇതിൽ നിന്നൊക്കെ മോചനം നേടാൻ പറ്റുമെന്നാണ് പറയാനുള്ളത്. ഇനി നമുക്ക് ഈ ബോബി ചെമ്മണ്ണൂരിന്റെ അല്ലെങ്കിൽ എന്തൂസിയാസ്റ്റിന്റെ ഐഡന്റിറ്റി ഒന്ന് പരിശോധിക്കാം. ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഉത്തമ ഭാവത്തിൽ നമ്മളവരെ സുബുദ്ധി ഉള്ളവരെന്നാ വിളിക്കുക. നമ്മളെപ്പോഴും പറയുമല്ലോ കുറച്ച് ബുദ്ധിയും ബോധമൊക്കെ ഉണ്ട്, ബുദ്ധിയും വിവേകവും വേണോടാന്ന് പറയുമല്ലോ. അതായത് സുബുദ്ധിയും വിവേകവും ഇത് രണ്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരുടെ ഈ എന്തൂസിയാസവും മറ്റു കാര്യങ്ങളും എല്ലാം ഉണ്ടല്ലോ, ഇതിലെല്ലാത്തിലും ബുദ്ധിയും വിവേകവും അതിനകത്ത് കയറ്റണമെന്നുണ്ടെങ്കിൽ അവർ ഉത്തമ ഭാവത്തിലെത്തും. അത് തന്നെയാണ് സന്തോഷ് ജോർജ് കുളങ്ങര ചെയ്തത്. സന്തോഷ് ജോർജ് കുളങ്ങര അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ ഓരോന്ന് ചെയ്തു. എന്ത് ചെയ്യണം എന്നുള്ളത് കൃത്യമായി ചെയ്തു. അദ്ദേഹം ലോകം കണ്ട ഒരു മനുഷ്യനാണ്. ലോകത്തെ കൃത്യമായി അത് നമ്മളിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുണ്ട്. അതേസമയം അദ്ദേഹം ഒരു എന്തൂസിയാസ്റ്റുമാണ്. നമുക്ക് ഈ സഞ്ചാരിയുടെ ഡയർ ഗ്രൂപ്പിൽ ഒരിക്കൽ പറയുന്നത് കേട്ടു, ഞാൻ ഈ കോട്ടൂറിന്റെ ഭാഗത്തൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് അവിടെ ടോപ്ലെസ് ആയിട്ട് പോകുന്ന കുറച്ച് സുന്ദരികളായ യുവതികളെ കണ്ടിരുന്നു. അവരുടെ ദൃശ്യങ്ങൾ ഞാൻ പകർത്താതെ എൻ്റെ ക്യാമറ ഓഫാക്കി ഞാൻ അതുവഴി നടന്നു. മലയാളികളായ നിങ്ങൾക്കൊരു പക്ഷേ അതിൽ നിരാശ ഉണ്ടായേക്കാമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ആ ഒരു തന്മയത്വത്തോടുകൂടി ആ ഒരു ഭാവന അദ്ദേഹം നമുക്ക് ആ ദൃശ്യം തന്നിട്ടില്ല എന്നുണ്ടെങ്കിലും ആ മനോഹരമായ ദൃശ്യങ്ങൾ അദ്ദേഹത്തിന്റെ വാക്യത്തിലൂടെ നമുക്ക് വിവരിച്ച് തന്നിട്ടുണ്ട്. അതാണ് ഒരു എന്തൂസിയാസ്റ്റ്. അത് ഓർപ്പിക്കാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. അതായത് അദ്ദേഹം അശ്ലീലം പറഞ്ഞിട്ടില്ല, അത് പറയാതെ തന്നെ നമുക്കത് കാണിച്ചു തരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല അദ്ദേഹത്തിന്റെ വിശദീകരണം, സഞ്ചാരിയുടെ ഡയർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അറിയാലോ, സഞ്ചാരത്തെക്കാൾ കൂടുതൽ ആൾക്കാർ കാണുന്ന ഒരു പരിപാടിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രഭാഷണം കേൾക്കാൻ അദ്ദേഹം എവിടെയെങ്കിലും ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അപ്പോഴൊക്കെ ആൾക്കാർ ഇടിച്ചു കയറുന്നത് ഇതുകൊണ്ടാണ്. അതേ ഒരു എന്തൂസിയാസ്റ്റ് ആയതുകൊണ്ടാണ് ബേസിക്കായിട്ട്. ഇനി ഇല്ലാതായി പോയി കഴിഞ്ഞാലോ, ഇവർ ചീഞ്ഞു പോയി കഴിഞ്ഞാൽ ഇവർ വെറും ഉല്ലാസപ്രിയരായി മാത്രം പോവും, പ്ലാനിങ് മാത്രമായി പോവും. ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പ്ലാനിങ് കണ്ടമാനം പ്ലാനിങ് ഉണ്ടാവും. ഈ എന്തൂസിയാസ്റ്റ് വിഭാഗത്തിലുള്ള ആൾക്കാർ നിങ്ങൾ ബിസിനസ്സിൽ ഫെയിലിയർ ആകുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ എന്തെങ്കിലും ഒന്ന് തുടങ്ങിയാൽ, ഇവിടെ ഒരു ബേക്കറി തുടങ്ങിയാൽ അടിപൊളിയായിരിക്കും, അല്ലെങ്കിൽ ഒരു ഹോട്ടൽ തുടങ്ങിയാൽ എന്ത് അടിപൊളിയായിരിക്കും എന്ന് പറഞ്ഞ് തുടങ്ങുകയാണ് ചെയ്യുക. 3 നിന്ന് 8 നിലയിൽ പൊട്ടി താഴെ കിടക്കും. യഥാർത്ഥത്തിൽ അവിടെയുള്ള ആൾക്കാർ എങ്ങനെയുള്ളവരാണ്, അവർക്ക് എന്തൊക്കെയാണ് ആവശ്യം, ആ പരിസരത്ത് ഇല്ലാത്തത് എന്താണ്, അവർക്ക് അത്യന്താപേക്ഷിതമായി നമുക്ക് പറ്റുന്ന എന്താണ്, നമുക്ക് സ്ഥായിയായി നിലനിർത്താൻ കഴിയുന്ന എന്താണ്, ഇത്തരത്തിലുള്ള റിസർച്ച് പഠനം വേണം. ആ പഠനത്തിന് ശേഷം അവിടെ പ്ലാനിങ്ങോട് കൂടി ആ ബിസിനസ് തുടങ്ങിയാൽ വിജയിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഇവിടെ കൊച്ചേശ്വർ ചിറ്റിലപ്പള്ളിയും അതുപോലെ സന്തോഷ് ജോർജ് കുളങ്ങരയും വിജയിച്ച് നിൽക്കുന്നത്. എന്നാൽ ബോബി ചെമ്മണ്ണൂർ അത്ര കണ്ട് വിജയിച്ചെന്ന് പറയാൻ പറ്റില്ല. അവിടെ ആ പ്ലാനിങ്ങും മറ്റു കാര്യങ്ങളും അദ്ദേഹം വ്യക്തമായി നടപ്പിലാക്കാത്തത് കൊണ്ട് വളരെയേറെ ശത്രുക്കളെ അദ്ദേഹം ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അദ്ദേഹത്തെ വിമർശകരെ കണ്ടമാനം ഉണ്ടാക്കി വെക്കുന്നുണ്ട്. എന്റെ മറ്റു 2 പേർക്കും അതില്ല. അപ്പൊ അത് മനസ്സിലാക്കണം. ഇവർ 3ഉം ഒരു കാറ്റഗറി ആണല്ലോ. അപ്പോൾ ഈ പ്ലാനിങ്, ഈ ഉല്ലാസവും ഈ പ്ലാനിങ്ങും അതായത് നെഗറ്റീവിലേക്കാണ് കൂടുതലും കിടക്കുന്നത്. റിഡംപ്റ്റീവ് പേഴ്സണിലേക്ക് പോകേണ്ട സ്ഥാനത്ത് ഒരു അൺറിഡീവ്ഡ് പേഴ്സണിലേക്കാണ് ബോബി ചെമ്മണ്ണൂർ അല്പം ചാഞ്ഞു നിൽക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്രയധികം എതിർപ്പ് നേരിടേണ്ടി വരുന്നത് എന്നതാണ് വസ്തുത. ഇനി നന്നായി കഴിഞ്ഞാൽ എന്താകും എന്നുള്ളത്. നന്നായി കഴിഞ്ഞാൽ ഈ ഒരു വിഭാഗം നന്നായി കഴിഞ്ഞാൽ ഒറേറ്റേഴ്സ് എന്നാണ് പറയുക, നല്ല വാഗ്മിയാകും എന്നാണ് പറയുക. നല്ല വാഗ്മിയാകും, നല്ല വാഗ്മി, നല്ല പ്രഭാഷകൻ. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ സന്തോഷ് ജോർജ് കുളങ്ങര തന്നെ എക്സാമ്പിൾ. അതുപോലെ 24ന്റെ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് കൊച്ചേശ്വർ ചിറ്റിലപ്പള്ളി മിമിക്രി കളിച്ചതൊക്കെ നമ്മൾ കണ്ടില്ലേ. മിമിക്രി കാണിച്ചതൊക്കെ ഒരു സ്ഥലത്ത് ചാരം,
വേറെ സ്ഥലത്ത് പോകാം എന്നൊക്കെയുള്ള ഡയലോഗ് ഇങ്ങനെ അടിക്കുന്നത് കണ്ടു. അതൊക്കെ അദ്ദേഹത്തിന് മാത്രം ആ പ്രായത്തിലും അദ്ദേഹത്തിന് സാധിക്കുള്ളൂ. മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു വിഭാഗം റിട്ടയർമെന്റ് ലൈഫ് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നവരാ. ഇപ്പോ കൊച്ചോസഫ് ചിറ്റിലപ്പള്ളി അദ്ദേഹം വീഗാർഡും അതും ഇതും എല്ലാം ഉണ്ടാക്കി ഒരു പരുമമായി കഴിഞ്ഞപ്പോൾ മക്കളെ ഏൽപ്പിച്ചിട്ട് വേണമെങ്കിൽ ചെയ്തോ, ഞാൻ എൻ്റെ വഴി നോക്കുകയാണ് എന്ന നിലപാട് അദ്ദേഹം എടുത്തു. ഇല്ലേ? നിങ്ങൾക്ക് അറിയാമല്ലോ, അത് കണ്ടതല്ലേ. ഇനി സന്തോഷ് ജോർജ് കുളങ്ങരയുടെ അച്ഛൻ പിതാവ് ജോർജ് സാറുമായിട്ടാണ് എനിക്ക് പരിചയം. ഞങ്ങൾ പൊറോട്ടയും ബീഫൊക്കെ ഇരുന്ന് അടിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ അത് എന്ന് പറഞ്ഞാൽ പണ്ട് ഇവരുടെ പഠനയാത്രയൊക്കെ തുറക്കുന്ന കാലത്ത് ഞാൻ 8ഉം 10ഉം ക്ലാസ്സുകൾ പഠിക്കുന്ന സമയത്താണ് ഈ ലേബർ ഇന്ത്യ പ്രസിദ്ധീകരണങ്ങൾ പരിചയപ്പെടുന്നത്. അപ്പോൾ അന്ന് മുതലേ ലേബർ ഇന്ത്യ പഠിച്ചിട്ടുള്ള ലേബർ ഇന്ത്യ ഒരാളെന്ന നിലയിൽ ജോർജ് സാറിനെയൊക്കെ എനിക്കറിയാം. ജോർജ് സാറിനെ കാണാൻ അടുത്ത കാലത്ത് പോവുകയും ചെയ്തിരുന്നു. പക്ഷേ സന്തോഷ് ജോർജ് കുളങ്ങര ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഈ ജോർജ് കുളങ്ങര ചെയ്തതും ഇത് തന്നെയാണ്. അദ്ദേഹം ചെയ്തത് സന്തോഷ് ജോർജ് കുളങ്ങര അടക്കമുള്ളവരെ അങ്ങോട്ട് ഏൽപ്പിച്ചിട്ട് അദ്ദേഹത്തിന്റെ ആ ലെവലിൽ അദ്ദേഹത്തിന്റെ ആ ഈ റിട്ടയർമെന്റ് ലൈഫ് എൻജോയ് ചെയ്ത് മറ്റ് ചിലരോടൊപ്പം താമസിക്കുന്നു. അസുഖമായിട്ട് അദ്ദേഹം താമസിക്കുന്നു. അവിടെ പോയാണ് ഈ മക്കൾ കാണുന്നത്. അത് അവരുടെ എതിർപ്പോ കാര്യങ്ങളൊന്നുമല്ല. ബിസിനസ്സൊക്കെ ഇനി മക്കൾ നോക്കി നടത്തട്ടെ, എല്ലാം കൂടി ഞാൻ കെട്ടിപ്പിടിച്ച് വെക്കേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ ചെയ്തോ ജീവിച്ചോ എന്ന നിലപാടിൽ അങ്ങോട്ട് ഇട്ടുകൊടുത്തു. അത് തന്നെയാണ് കൊച്ചോസഫ് ചിറ്റിലപ്പള്ളി കാണിച്ചത്. ഇവിടെ ബോബി ചെമ്മണ്ണൂരിന് അങ്ങനെ ഒരു അവസരം ഇല്ലാന്ന് തോന്നുന്നുണ്ട്. ഉണ്ടെങ്കിൽ ബോബി അത് തന്നെയാണ് ചെയ്യാൻ പോവുക. അപ്പോൾ അത്തരത്തിൽ നല്ല ബിസിനസ്മാൻമാരെ മാറാൻ, നല്ല കൃത്യമായ പ്ലാനിങ്ങോടുകൂടി പോകാനും ഇവർക്ക് കഴിയും. പ്ലാനിങ് ഇല്ല എന്ന് പറഞ്ഞാൽ പ്ലാനിങ്ങിലേക്ക് പോകാനും ഇവർക്ക് കഴിയും. അതുകൊണ്ടാണ് അവർ റിട്ടയർമെന്റ് ലൈഫ് നേരത്തെ നോക്കുന്നത്. അവർക്ക് എൻജോയ് ചെയ്യാനാണ്. പിന്നെ അവരുടെ ടൂറും കാര്യങ്ങളും യാത്രയായിട്ട് ഇങ്ങനെ നിൽക്കും. ഒരുപക്ഷെ തുടക്കത്തിൽ വലിയ യാത്ര ചെയ്തവരാണെന്നുണ്ടെങ്കിൽ അവസാന കാലത്തിൽ യാത്ര വേണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ടാവും. അതല്ല എന്നുണ്ടെങ്കിൽ അവർ അവസാനമായിരിക്കും യാത്ര തുടങ്ങുന്നത്. നമുക്കറിയാലോ, യൂറോപ്പിൽ നിന്നും മറ്റും ഇവിടെ 70 80 വയസ്സുള്ള വല്യപ്പന്മാരും വല്യമ്മമാരുമാണ് ഇവിടെ ടൂറിന് വരുന്നത്, ഒറ്റയ്ക്ക് ഇങ്ങനെ വരുന്നത്, സൈക്കിളൊക്കെ ചവിട്ടി ഇങ്ങനെ പോകുന്ന കാണാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് അവർക്ക് കഴിയുമത്. ഇനി ചീഞ്ഞു പോയി കഴിഞ്ഞാലോ, ആത്മനിയന്ത്രണമില്ലാത്ത ഇൻകോൺഷ്യൻ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് അവർ പോകും. ആത്മനിയന്ത്രണമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് മാറിപ്പോകും. അതാണ് ഇത്തരമുള്ള വ്യക്തികൾ നശിച്ചു പോയാലുള്ളൊരു അവസ്ഥ. ആത്മനിയന്ത്രണം ഇല്ലാത്ത ഒരുതരം ഭ്രാന്തമായ ഒരു അവസ്ഥയിൽ ആയിപ്പോകും. പിന്നെ ഒരു കാര്യം ഇവരെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഈ ലഹരിയെക്കുറിച്ചാണ്. ലഹരിയെക്കുറിച്ച് ഞാൻ നിങ്ങളോട് സംസാരിച്ചില്ല. ഇവരുടെ പൊതു സ്വഭാവം ഈ ലഹരി എന്ന് പറയുന്നത് എല്ലാം പറയുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഒരു ദിവസം മുഴുവനും സംസാരിക്കാനുണ്ട്. ഞാൻ വളരെ ചുരുക്കി നിങ്ങളോട് സംസാരിക്കാം. ഇപ്പോൾ തന്നെ ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. ലഹരി എന്ന് പറയുമ്പോൾ ഒരു പെഗ് അല്ലെങ്കിൽ 2 പെഗിൽ ഒതുക്കും, അത്രേ ഉണ്ടാവുള്ളൂ. ആവശ്യത്തിന് കുറച്ച് മാത്രം കഴിക്കുന്ന ആൾക്കാരാണ്. അല്ലാതെ കുപ്പിക്കണക്കിന് കുടിക്കുന്ന ആൾക്കാരല്ല ഇവർ. ബിയർ നുണയുന്നുണ്ടാകാം, അതുപോലെ മറ്റു ലഹരിയെല്ലാം ആവശ്യത്തിനാണ് ലഹരി. അതുകൊണ്ടാണ് ഞാൻ ഈ പെൺകേസിലൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞത്, ആരെയും പീഡിപ്പിക്കാനോ ആരെങ്കിലും അപമാനിക്കാനോ ശ്രമിക്കില്ല എന്ന്. ഇവിടെ ഹണി റോസിനെ അപമാനിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല എന്ന് ഞാൻ വാദിക്കുന്നതിന്റെ ഒരു കാരണം ഈ സൈക്കോളജിയാണ്. പക്ഷെ അവരുടെ ബിസിനസിന്റെ ഭാഗമായി വർണ്ണനകളും മറ്റു കാര്യങ്ങളും ഡയലോഗുകളും ഒക്കെ ഉണ്ടാകും. അതൊരു എന്റർടൈൻമെന്റ് ആയിട്ട് ഒരു തമാശയായിട്ട് എടുത്താൽ മതി. അതല്ല എന്നുണ്ടെങ്കിൽ മേലിൽ ഇത് ആവർത്തിക്കരുത് എന്ന് ഒരൊറ്റ വർത്താനം പറഞ്ഞാൽ മതി. കാരണം ഇവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു വിഷാദം ഉണ്ടാകും, എപ്പോഴും ഒരു ദുഃഖഭാവം ഉണ്ടാകും. ആ ദുഃഖഭാവത്തെ മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ ആഘോഷപൂർവ്വം ഇതൊക്കെ ചെയ്തുകൊണ്ട് നടക്കുന്നത്. ആ ദുഃഖഭാവം അവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഒരു പെണ്ണ് സ്റ്റേണായി വന്നു നിന്ന് മേലിൽ ഇമാതിരി പറഞ്ഞു കഴിഞ്ഞാൽ വിവരം അറിയും, കോടതി കയറ്റും, അകത്താക്കുമെന്ന് പറഞ്ഞാൽ അന്ന് നിർത്തിയാണ് ഈ കേസ്. ഇതുകൊണ്ടാണ് ഞാൻ ഈ കേസിന്റെ കാര്യത്തിൽ ഇത്രയധികം പോണ്ടായിരുന്നു, ഇത് സ്റ്റോപ്പ് ചെയ്യാൻ കഴിയുമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു വിഭാഗം ആത്മനിയന്ത്രണം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് ചീഞ്ഞു പോയി കഴിഞ്ഞാൽ, ആരുമില്ലാത്തൊരവസ്ഥയിലേക്ക് വന്നാൽ, സൗഹൃദമില്ലാതായി പോയി കഴിഞ്ഞാൽ ഒക്കെ സ്വാഭാവികമായും ഒരു ആത്മനിയന്ത്രണമില്ലാത്ത ഒരവസ്ഥയിലേക്ക്, ഒരു കൺട്രോളും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് തകർന്നു പോകും. ആത്മഹത്യ ചെയ്യില്ല, പക്ഷെ തകർന്നു പോകും. ഇവർ ആത്മഹത്യ ചെയ്യുമെന്ന് പേടിക്കുകയേ വേണ്ട. ആത്മഹത്യ ചെയ്യാത്ത ഒരു വിഭാഗമാണിത്. സാധാരണഗതിയിൽ ആത്മഹത്യ ചെയ്യില്ല. നോർമൽ മൈൻഡ് ആണെങ്കിൽ ആത്മഹത്യ ചെയ്യില്ല. അത് നശിച്ചു പോയാലും ആത്മഹത്യ ചെയ്യില്ല. അതിൽ നിന്ന് പിടിച്ചു കയറാനുള്ളൊരു ടെൻഡൻസി അവരിൽ അല്പമെങ്കിലും ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ബോബി ചെമ്മണ്ണൂർ ആത്മഹത്യ ചെയ്യുന്നതിൽ ആരും കരുതണ്ട. അത് ബോബി ചെമ്മണ്ണൂർ എന്നല്ല, ഇവരാരും തന്നെ ആത്മഹത്യ ചെയ്യില്ല. പിന്നെ ഇവരുടെ സ്വഭാവം, സൈക്കോളജിയിൽ ഇവരുടെ സ്വഭാവം നമുക്കൊരു സൈൻ ഉണ്ട്, ഒരു അടയാളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചിത്രശലഭത്തെ കുരങ്ങനെയാണ് നമുക്ക് അടയാളമായിട്ട് വെച്ചു കൊടുത്തിട്ടുള്ളത്. അതായത് ബട്ടർഫ്ലൈ മങ്കി. ചിത്രശലഭം എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാലോ, അതിമനോഹരമാണ് കാണാൻ. അതിമനോഹരമായിട്ടുള്ള ആ ചിത്രശലഭത്തെ നമ്മളിങ്ങനെ ചിത്രീകരിക്കുമ്പോൾ അതേ സമയം തന്നെ കുരങ്ങന്റെ സ്വഭാവം ഇവർക്കുണ്ട്. ഈ പേഴ്സണാലിറ്റി അനാലിസിന്റെ സൈൻ നിങ്ങളോട് പറയുമ്പോൾ ഒരു പക്ഷേ നീ എൻ്റെ പേരിൽ കേസ് വരുമെന്ന് എനിക്കറിയില്ല. ഇനി ബോഡി ഷെയ്മിങ് പറയരുത്, അങ്ങനെ ഇങ്ങനെ പറയരുത്, കറുപ്പും വെളുപ്പും തടിയൊന്നും പറയരുത് എന്നൊക്കെ ഇപ്പോൾ കോടതി ഉത്തരവ് വന്നു എന്ന് പറയുന്നുണ്ട്. അതിന് സ്ത്രീകളുടെ കാര്യത്തിലാണോ പുരുഷന്മാരുടെ കാര്യത്തിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. രണ്ടായാലും ആ ഒരു ഭാഗം പറയാതെ നമുക്കിത് പൂർത്തിയാക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ടാണ് ഇവരുടെ സൈൻ എന്ന് പറയുന്നത്. സാധാരണ ഓരോ വ്യക്തിത്വത്തെ നമ്മൾ പരിചയപ്പെടുത്തുന്നത്
പ്രകൃതിയിലുള്ള മറ്റ് ജീവനുള്ള രണ്ട് ജന്തുജാലങ്ങളിൽ ഏതെങ്കിലും രണ്ടെണ്ണത്തിനെ ഒന്നിനെയോ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് സ്വഭാവത്തിൽ. ഇവിടെ ഈ എന്തൂസിയാസ് എന്ന് പറയുന്ന ഈ വിഭാഗത്തിന്റെ ഒരു സൈൻ എന്ന് പറയുന്നത് ചിത്രശലഭവും കുരങ്ങനുമാണ്. മങ്കി ആൻഡ് ബട്ടർഫ്ലൈ ഇത് രണ്ടുമാണ്. അപ്പോൾ ചിത്രശലഭം എന്ന് പറയുമ്പോൾ അതിമനോഹരമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അദ്ദേഹത്തിന്റെ ആ ബിസിനസ് അതിമനോഹരമാണ്, അദ്ദേഹത്തിന്റെ ഭാഷണം അതിമനോഹരമാണ്, അദ്ദേഹത്തിന്റെ പ്ലാനിങ് അതിമനോഹരമാണ്, അദ്ദേഹത്തിന്റെ ആ സംസാരം തമാശയെല്ലാം കലർന്നത്, കുറച്ച് സെൻസുവാലിറ്റി കലർന്നത്, എന്തായാലും എന്തോ ആയിക്കോട്ടെ അതിമനോഹരമാണ്, എല്ലാം മനോഹരമാണ്. പക്ഷെ അതൊക്കെ ഏതുപോലെ കുരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടി എന്ന് പറയുന്നത് പോലെ കുരങ്ങന്റെ ഒരു തരം സ്വഭാവം അത് വലിച്ചു കളയുന്ന പോലെ ആ ഒരു മനോഹരമായിട്ടുള്ള സംഭാഷണവും അതെല്ലാം ഇട്ട് വഷളാക്കി എടുത്ത് നശിച്ചു കുശി ആക്കി കളയുന്ന ഒരു രീതി. ഇത് തന്നെയല്ലേ കഴിഞ്ഞ 1-1.5 ആഴ്ചയായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ? അദ്ദേഹത്തിന്റെ ആ സ്വഭാവത്തെ മനോഹരമായി കൊണ്ട് നടക്കാൻ കഴിയുന്ന ആ സ്വഭാവം തന്നെയാണ് അദ്ദേഹത്തിന്റെ നാശമായി വന്ന് ഭവിച്ചത്. അത് തന്നെയല്ലേ കേസായത്? ആ സംസാരം തന്നെ കേസായത്. സത്യത്തിൽ ഇപ്പോഴും ബോബി ചെമ്മണ്ണൂരിനെ അറിയില്ല എന്താണ് താൻ പറഞ്ഞ കുറ്റമെന്ന്. അതാണ് എന്റെ വസ്തുത. അപ്പൊ ഇതാണ് ഒരു ബേസിക് ആയിട്ട് ഏകദേശം ഒരു അരമണിക്കൂർ കൊണ്ട് തീർക്കണമെന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷെ ഏകദേശം ഒരു 35-40 മിനിറ്റോളം പോയി. പക്ഷെ ഇതിലും കുറയ്ക്കാൻ പറ്റില്ല. ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് ഇനി സംസാരിക്കാനുണ്ട്. അതൊക്കെ മറ്റു സാഹചര്യങ്ങളും സൗകര്യങ്ങളും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മറ്റു വീഡിയോകളിൽ എന്തെങ്കിലും എവിടെയെങ്കിലും ഒക്കെ ഞാൻ സംസാരിക്കാം. ഇതിപ്പോൾ ഞാൻ പറയാൻ കാരണം ബോബി ചെമ്മണ്ണൂർ ജാമ്യം കിട്ടി പുറത്തു വരുന്നതാണ്. എനിക്ക് ഉറപ്പുണ്ട് ഈ ബോബി ചെമ്മണ്ണൂരിന്റെ ഫാൻസ് ചിലരൊക്കെ എൻ്റെ സുഹൃത്തുക്കളുമാണ്, എൻ്റെ ഫോളോവേഴ്സുമാണ്. ഈ വീഡിയോ ബോബി ചെമ്മണ്ണൂരിലേക്ക് എത്തിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. എനിക്ക് ബോബി ചെമ്മണ്ണൂരിനെ വിളിച്ചെത്തി ക്ലാസ് എടുക്കാൻ കഴിയില്ല. ഈ ഒരു വീഡിയോ അദ്ദേഹം മുഴുവൻ കണ്ടാൽ അദ്ദേഹത്തിന്റെ സ്ട്രെങ്തും വീക്ക്നെസ്സും കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് വീക്ക്നെസ് അദ്ദേഹം കൃത്യമായി ക്രമീകരിച്ചുകൊണ്ട് സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കും. ഒരു പക്ഷേ അതിൽ എൻ്റെ സഹായം തേടിയെന്ന് വരാം. അത് കൊടുക്കാൻ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. കാരണം നമുക്കറിയാവുന്ന കാര്യം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിൽ നമ്മൾ എന്തിനാണ് ഇത്ര ബേജാറുണ്ടാകേണ്ട ആവശ്യം? അപ്പോൾ ഏതായാലും ഈ വീഡിയോ ഒരല്പം നീളം കൂടിയതിൽ ക്ഷമിക്കുക. ഇതിനേക്കാളും ചുരുക്കി ഇത് പറയാൻ കഴിയില്ല. കുറച്ച് ഉദാഹരണങ്ങളും കാര്യങ്ങളും ഉണ്ടായതുകൊണ്ടാണ് നീങ്ങിപ്പോയത്. വീഡിയോ മുഴുവൻ കണ്ട എല്ലാവർക്കും നന്ദിയും എൻ്റെ കടപ്പാടുമുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ഇതുപോലുള്ള വീഡിയോകളാണ് നമ്മുടെ നല്ലുമേൻ എന്ന ചാനലിൽ വരുന്നത്, അതുപോലെ ഇതിൻ്റെ മെമ്പേഴ്സിനുമായിട്ടും വരുന്നത്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക, കൂടെ നിൽക്കുക. Different angles. Don't forget to subscribe and support this channel.